പിന്നല്ലേ ഇന്ന് മുഹറം 2 അപ്പം ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ദോശ കേട്ടോ. അതിന് അരി വെള്ളത്തിട്ട് വെച്ചേനി, അരി ഉഴുന്നും കൂടി രാത്രി വെള്ളത്തിലിട്ട് വെച്ചേനി. അരി കഴുകിയിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചേനി. ഈ വെള്ളം കൂട്ടി തന്നെയാണ് കേട്ടോ അരി ഇറക്കുക. അപ്പോൾ നമ്മളെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. മദ്രസാർ പോയതിൻ്റെ ഒക്കെ തന്നെ ഇന്ന് പുല്ലറച്ചാനും മുറ്റടിക്കാനൊക്കെ കൊണ്ട് ഒരുങ്ങിയതേനി. നമ്മൾ ചിക്കുമൊക്കെ എണ്ണാമാരൊക്കെ തിന്ന് പോവുകയാണ് കേട്ടോ. ഓൽക്കും വേണ്ടേ, വിശക്കുണ്ടാവും മഴ ചെയ്തപ്പോഴേ. അതിനത്ര മഴയല്ല എന്നാലും. അപ്പോൾ അങ്ങനെ ഇതൊന്നും കൊണ്ട് അരച്ചെടുക്കട്ടെ. ക്യാമറ എവിടെ ചാരി വെച്ചിട്ട് ശരിയാകണില്ല. അപ്പോൾ ഒരു ചെറിയൊരു സ്റ്റൂളുണ്ടായിരുന്നു, അതിന്മേലെ അങ്ങോട്ട് കയറ്റി വെച്ചേക്കാണ്. കാണുന്നില്ലല്ലേ, ശരിക്ക് കാണുന്നില്ല. അതിലേറെ ചിലപ്പോൾ അതിക്ക് ചാടും. പിന്നെ അത് വെള്ളമായി ഏറി. പിന്നെ ഇജ്ജ് വീഡിയോ എടുക്കാൻ നിന്നിട്ടല്ലേ എന്നൊക്കെ പറയും. പിന്നെ വെറുതെ അതിന് അങ്ങനത്തെ ഒരു വാക്കിട്ടാനൊന്നും ഇപ്പോൾ നിൽക്കണ്ട. ഇത് അരച്ചിട്ട് കാണിച്ചുതരാം. ഇനി ക്യാമറ എന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് ചാടിയെന്ന് അറിയാൻ നിൽക്കണ്ടല്ലോ. എന്നാൽ അപ്പോൾ കണ്ടില്ല നിങ്ങൾ ഇതേമാർക്കുണ്ട് അരച്ചിട്ടെടുക്കുക. എല്ലാവരും അരക്കും പോലെ തന്നെ. ചെമ്പട്ടിയാണ് ഇയാളെ കൊള്ളണമില്ല. അതിൽ കൊഴിച്ചാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു സൈഡ് ഇട്ടി കണ്ടോളി. അതെടുക്കണത് അതിക്ക് ഒഴിച്ചു. അപ്പോൾ ഇനി ബാക്കിയെല്ലാം കൂടി എൻ്റെ അരച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ അരി കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ആ വെള്ളം കൊണ്ട് തന്നെയാണ് ഞാൻ അരക്കട്ടോ. ആ വെള്ളത്തിലിട്ട് വെച്ച ആ വെള്ളം തന്നെയാണ് ഞാൻ അരക്കെടുക്കൽ. സോഡപ്പൊടിയൊന്നും കൂട്ടണില്ല, എന്നാലും നല്ലോണം നരഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഞാൻ ആ വെള്ളം വെക്കാണ്ട് ഒഴിക്കും. പിന്നെ അതേമാതിരി അരി അരക്കണ സമയത്ത് അതിക്ക് കുറച്ച് ഉപ്പിടും. പാകത്തിലുള്ള ഉപ്പും അതിക്ക് ഇട്ടിട്ടാണ്ട് അരച്ചാണ് വെക്കലാണ്. രാത്രി അരച്ച് വെക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാട്ടൽ. ഇന്നിപ്പോൾ അങ്ങനെ തന്നെ. ഇപ്പോൾ രാവിലെ അരച്ച് വെക്കുമ്പോൾ അതേപോലെ ഞാൻ ചെയ്യണം കേട്ടോ. എന്നാലും നല്ല ഇതായി വരും, സോഫ്റ്റായി വരും, നല്ല പതഞ്ഞൊക്കെ വരും കേട്ടോ. പുളിപ്പുണ്ടാകലില്ല. പുളിപ്പുണ്ടായാൽ വലിയൊരു ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ പുളിക്കലില്ല, പക്ഷെ എന്നാലും നിറഞ്ഞ് വരന്ന് നിൽക്കലുണ്ട്, നല്ലതായിക്കലുണ്ട്. അപ്പോൾ അതിന് ബാക്കിയുള്ള അരിയും കൂടി എൻ്റെ അരച്ചെടുത്തിട്ടോ. ഇനി കുറച്ച് ചോറും കൂടി അരക്കാണ്ട്, ചോറ് വയ്ക്കാണ്ട് അരച്ചാണ്ട് അപ്പോൾ അതിൽ തന്നെ കുറച്ച് ഉപ്പിട്ട് കാണ്ട് അരച്ചെടുക്കാം കേട്ടോ. കല്ലുപ്പാണ് കേട്ടോ ഇടുന്നത്. പൊടിപ്പന്നെയാണ് ഉപയോഗിക്കൽ. കല്ലുപ്പ് കിട്ടിയപ്പം കല്ലുപ്പ് ഉപയോഗിക്കാമെന്നാണ്. ക്യാമറ സ്റ്റൂളുമേ കയറ്റി വെച്ച കാരണത്താൽ കുറച്ച് കാണുന്നുള്ളൂ കേട്ടോ. പകുതി കാൽഭാഗം കാണുന്നുള്ളൂ. ഞാൻ നിങ്ങൾ ഊഹിച്ചാടി. അങ്ങനെ അതുകൊണ്ട് അരച്ചെടുത്തു, അതുകൊണ്ട് ഒഴിച്ചു. നല്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ, വെള്ളം ഇറാത്ത രീതിയിലൊക്കെ അരച്ചെടുത്തു കേട്ടോ. പിന്നെ നമുക്കൊരു ഇതാണ്, എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടോ എന്നറിയില്ല, ഒന്ന് മിക്സി ഇങ്ങോട്ട് ചുഴറ്റി പാരണം. ഇപ്പം നല്ല പാകത്തിലാണ് നിൽക്കുന്നത്. ഈ മിക്സി ഇങ്ങോട്ട് ചുഴറ്റി പാരാഞ്ഞാലൊരു സമാധാനം ഉണ്ടാകൂല. അങ്ങനെ ഞാൻ മിക്സി ഒന്ന് ചുഴറ്റി പാർന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഏറിയോ എന്നൊരു സംശയമുണ്ട്. കണ്ടില്ലേ, ശരിക്കും ഇളക്കിയില്ല. ഇനി ക്യാമറയുടെ വെച്ച് കാണുന്നുണ്ട്, ഇളക്കിയിട്ട് എടുക്കട്ടെ. കുറച്ച് വെള്ളം എറിയണോ എന്നൊരു ഡൗട്ടില്ല. സാറില്ല, ദോശക്കല്ലേ, അപ്പോൾ ഒക്കെ വല്ലാണ്ട് പരത്തിയെടുത്ത് ഇതാക്കാം. അപ്പം ഇനി നമ്മളിതേ വൈകുന്നേരം മുതൽ നിറ വരണമല്ലോ. അപ്പോൾ ഈ തട്ടിൽ വെച്ചേക്കണം. തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളം. വീതന ചൂടില്ലാത്തതുകൊണ്ട് തീ കൂട്ടിയില്ല. അപ്പം അതിൽ കുറച്ച് ചൂടുവെള്ളം വെച്ച് കാണ്ട് അതിലിറക്കി വെച്ചേക്കാണ് കേട്ടോ. ഞാൻ എൻ്റെ മേളിലൊരു കാനം കൊണ്ട് വെച്ച് കൊടുക്കുക. അപ്പം ശരിയാവും, വൈകുന്നേരം മുതലാക്കി ശരിയാവും. അപ്പം അങ്ങനെ. അപ്പോൾ ഇത് കുറച്ച് കുടംപുളി കിട്ടിയതേനി കേട്ടോ. ഈ കുടംപുളി കുറേ ദിവസമായി കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കേനി. കല്ലുപ്പൊക്കെ വാരിയിട്ട് കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കേനി. അപ്പോൾ ഇതാണ്ട് വെച്ചോണ്ടിട്ട് കാര്യമില്ല. പിന്നെ ചെമ്പട്ടിയിൽ അലുമിനിയത്തിൻ്റെ പാത്രത്തിലിടാനും പറ്റില്ലല്ലോ, പിന്നെ ആവും പ്രശ്നമാവും. അപ്പോൾ ഞാൻ ഇത് വെയിൽ കണ്ടപ്പോൾ ഒന്ന് മേലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്നാണ്ട് ഇടുകയാണ് കേട്ടോ. നല്ല വൃത്തിയിൽ നല്ല മട്ടത്തിലൊക്കെ ഇട്ടു. പറഞ്ഞിട്ട് പത്താറിന് മഴ ഞാനവിടുന്ന് കൊണ്ട് ഇറങ്ങി വരാണ് നിൽക്കുക. മഴ കൊണ്ട് മൂടാൻ. മഴ മൂടി, എന്നിട്ട് പെയ്തിട്ടില്ല, ഇതുവരെ പെയ്തിട്ടില്ല. ഇപ്പോൾ അവിടെ സിറ്റ് ഔട്ട് കൊണ്ടുവച്ചേക്കുക. എന്തായാലും അവസ്ഥ മഴ എല്ലാവരും ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ കൊണ്ട് കയറിയതേനി. എന്നാൽ പിന്നെ വെയിൽ അറച്ചുമില്ല പെജ്ജുമില്ല എന്ന് പറഞ്ഞ മാതിരിക്കാണ്. മഴ പെജ്ജണമല്ലോ, ജൂൺ മാസത്തിലൊക്കെ നല്ല മഴയുള്ള മാസമാണല്ലോ. പെയ്തില്ല, പറഞ്ഞിട്ട് പത്താതിന് ഞാൻ അവിടെ ഇറങ്ങി പോന്നപ്പോൾ മഴ മൂടി. അത് എടുത്തുകൊണ്ട് വെച്ചപ്പോൾ വെയിൽ തെളിഞ്ഞും ചെയ്തു. ഇത് നമുക്ക് നമ്മളോട് തന്നെ കിട്ടിയാണ് കേട്ടോ. മുട്ടപ്പഴം കിട്ടിയാണ്, ഒന്ന് വലുത്, ബാക്കിയൊക്കെ ചെറുതാണെന്നാലും അതിൻ്റെ കളർ മാറ്റം കണ്ട് പറിച്ച് പോകുന്നത്. അപ്പോൾ ഇവിടെ പേപ്പറിൽ പോയി വെച്ച് അത് കോത്തുക്കണം. അപ്പോൾ അവിടെ എടുത്ത് വെച്ചതാണ്. ഇനി നമ്മൾ അകം തുടക്കലും കഴിച്ചിട്ട് കേട്ടോ. അകം നല്ല തുടച്ചിട്ടില്ലേ ഇനി. അപ്പോൾ ഇനി ഇപ്പം ഇന്നൊന്ന് തുടക്കട്ടെ. ആരും ചവിട്ടാനൊന്നുമില്ല, ഒക്കെ സ്കൂളുകാരും ഒക്കെ പോയോലാണ്. അപ്പോൾ അകം തുടക്കലും കഴിഞ്ഞിട്ടിയാൽ തിരുമ്പി വിളിച്ച് ഔത്താറാലോ. ഈ വീഡിയോ കാണുമല്ലോ, ആദ്യമായിട്ട് കാണുമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ആ ബെല്ലൈക്കൺമേലൊക്കെ ഒന്ന് അമർത്തി കൊടുത്താളി കേട്ടോ. ലൈക്ക് അടിച്ചാൽ മറക്കല്ലേ കേട്ടോ. ആ കൂട്ടത്തിൽ ലൈക്കും കൂടി ഉണ്ട് അടിച്ചെന്നാണ്ടി.
ഞാൻ എന്നാൽ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരണ്ട്. വീഡിയോ ഇട്ടിട്ട് ആരും കാണില്ല, അതുകൊണ്ട് റീലിടുന്നത്.